ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ സിംപ്ലിഫിക്കേഷൻ, അതായത് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വർഷം +1 കുറേ ട്രിഗണോമെട്രിക് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലകളൊക്കെ നേരത്തെ നമ്മൾ എഴുതുകയും ചെയ്തു. ആ ട്രിഗണോമെട്രിക് ഫോർമുലകളുടെ സഹായത്തോടു കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 3x - 4x³ is equal to 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് വന്നാൽ എക്സ് ആവും. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് ആണ്. ഏത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയാലും എഫ് ഇൻവേഴ്സ് എഫ് എക്സ് എന്ന് വന്നാൽ എക്സ് ആവും. ഇപ്പം ഇവിടെ സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഒരു സൈൻ എക്സ് അല്ലെങ്കിൽ ഒരു സൈൻ തീറ്റ എന്ന ഫോം വരികയാണെങ്കിൽ, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന ഫോം വരികയാണെങ്കിൽ നമുക്കതിന് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്ന എക്സ്പ്രഷൻ സൈൻ തീറ്റ എന്ന് വരണമെന്നില്ല, സൈൻ 2 തീറ്റയോ 3 തീറ്റയോ എന്തും ആകാം, എന്തായാലും സൈൻ എന്ന ഫോം വരണം. അങ്ങനെ വരാൻ സഹായിക്കുന്ന ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അവിടെ അകത്ത് കാണുന്നത് 3x - 4x³ എന്നാണ്. നിങ്ങളത് ഈ ഒരു ഫോർമുലയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ, അത് സൈൻ 3 തീറ്റയാണ്. 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 3 തീറ്റയാണ് അല്ലേ? അതിനെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. അങ്ങനെ വന്നാൽ നമുക്ക് സൈൻ 3 തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ എന്ന ഫോം ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യണം. എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവിടെയാണ് തുടങ്ങേണ്ടത്. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ, ദെൻ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി നോക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് 3x - 4x³ ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3x. എക്സിൻ്റെ സൈൻ തീറ്റ എന്നല്ലേ കൊടുത്തത്. അപ്പോൾ 3 സൈൻ തീറ്റ - 4x³ എക്സിൻ്റെ സൈൻ തീറ്റ എന്ന് കൊടുത്തത്. അപ്പോൾ x³ ആകുമ്പോൾ സൈൻ ക്യൂബ് തീറ്റയാവും. അപ്പോൾ 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ. നമ്മൾ കണ്ടതാണല്ലോ, 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ സൈൻ 3 തീറ്റയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ 3 തീറ്റയാണ്, ഈക്വൽ ടു 3 തീറ്റ ഈക്വൽ ടു 3 ഇൻറ്റു തീറ്റ. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈക്വൽ ടു ഇതാണല്ലേ സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ചിന്തിച്ചത് എങ്ങനെയാണ്? ഈ 3x - 4x³ കണ്ടപ്പോൾ നമുക്ക് ഈ ഫോമുല 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ എന്ന ഫോമുല ഓർമ്മ വന്നു അല്ലേ? അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്നാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്ത് നോക്കണം, ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷൻ സൈൻ തീറ്റ എന്നോ സൈൻ 2 തീറ്റ എന്നോ സൈൻ 3 തീറ്റ എന്നോ അങ്ങനെ എന്തെങ്കിലും ആവണം. അങ്ങനെ ആവാൻ സഹായിക്കുന്ന ഫോമുല ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ സൈൻ 2 തീറ്റയുടെയും സൈൻ 3 തീറ്റയുടെയും ഒക്കെ ഫോമുലകൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ നന്നായി ഫോമുലകൾ പഠിച്ചു വെച്ചിരുന്നാൽ ഇത് കാണുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരും 3 സൈൻ തീറ്റ - 4 സൈൻ ക്യൂബ് തീറ്റ. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി ഈ പ്രോബ്ലം ഈ പ്രൂവ് ദാറ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ആൻസർ കണ്ടിട്ട് നമുക്ക് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഓർക്കാൻ പറ്റും. പക്ഷെ അത് പ്രൂവ് ദാറ്റ് ആയതുകൊണ്ടാണ്. സിംപ്ലിഫൈ എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അത് ഹോംവർക്കായി ചെയ്യാം. പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് 4x³ - 3x is equal to 3 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അത് ഒന്ന് ചിന്തിക്കുക. 4x³ - 3x കോസ് ഇൻവേഴ്സ് ഓഫ് ആണ്. അപ്പോൾ അകത്ത് കോസ് വരണം. അതിന് സഹായകമായ ഫോമുല ഉണ്ടോ എന്ന് ചിന്തിക്കുക. നമുക്ക് കാണാം കോസ് 3 തീറ്റ. കോസ് 3 തീറ്റ ഈസ് 4 കോസ് ക്യൂബ് തീറ്റ - 3 കോസ് തീറ്റ. നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. 4 കോസ് ക്യൂബ് തീറ്റ - 3 കോസ് തീറ്റ. കണ്ടോ, എക്സിൻ്റെ സ്ഥാനത്ത് കോസ് തീറ്റ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ്, ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ടാൻ വരണം. ടാൻ 3 തീറ്റയ്ക്കൊരു ഫോമുലയുണ്ട്. നമ്മൾ ഫോമുല നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. എന്താണ് ഫോമുല? 3 ടാൻ തീറ്റ - ടാൻ ക്യൂബ് തീറ്റ ബൈ
1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. കണ്ടോ, അപ്പോൾ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്താൽ ചെയ്യാൻ പറ്റും. അത് റൈറ്റ് സൈഡിൽ ആൻസർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും എക്സ് ടാൻ തീറ്റ എന്ന് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യാവുന്നതാണ്. അടുത്ത സിംപ്ലിഫൈ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത്തരം ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈൻ ഇൻവേഴ്സ് ഓഫ് എന്നാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അകത്ത് സൈൻ വരണം എന്നാണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ. പക്ഷേ സൈൻ തന്നെ വരണമെന്നില്ല. നമ്മൾ നേരത്തെ സിംപ്ലിഫിക്കേഷൻ്റെ പ്രോബ്ലങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഇവിടെ കോസ് വന്നാലും മതി. കാരണം കോസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ഫോമുല ഉണ്ടല്ലോ, കോസ് തീറ്റ ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. പൈ ബൈ 2 മൈനസ് തീറ്റയുടെ ഈ ഫോമുല, പൈ ബൈ 2 മൈനസ് തീറ്റയുടെ റിഡക്ഷൻ ഫോമുല ഉപയോഗിച്ച് കോസിനെ സൈനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രീതി ചിന്തിച്ചാൽ മതി. ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻ ഒന്നുകിൽ സൈൻ ആവണം അല്ലെങ്കിൽ കോസ് ആവണം. അപ്പം നമ്മുടെ മനസ്സിലൂടെ എന്ത് ചെയ്യണം? സൈനുമായി ബന്ധപ്പെട്ടും കോസുമായി ബന്ധപ്പെട്ടുമുള്ള ഫോമുലകൾ ഓർക്കണം. നമ്മൾ സൈനുമായി ബന്ധപ്പെട്ട് സൈൻ 2 തീറ്റ, സൈൻ 3 തീറ്റ പഠിച്ചിട്ടുണ്ട്. കോസുമായി ബന്ധപ്പെട്ട് കോസ് 2 തീറ്റയും കോസ് 3 തീറ്റയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമുലകൾ മനസ്സിലൂടെ കടന്നു പോകണം. പോകുമ്പോൾ ഇതുമായി സാമ്യമുള്ള ഫോമുല ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായും ഉണ്ട്. എന്താ, ഇവിടെ ഒരു ഫോമുലയുണ്ട്, ഇതാണ് ഫോമുല. കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റയുടെ ഫോമുലയാണത്. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 1 എക്സിന് ടാൻ കൊടുത്താൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാവുമല്ലോ. അപ്പോൾ കോസ് ആവുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നോക്കൂ, സൈൻ ഇൻവേഴ്സ് എക്സിന് ടാൻ തീറ്റ എന്നാണ് കൊടുത്തത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതായി ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഫോമുല എന്താണത്? കോസ് 2 തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ എക്സ് എഴുതാം, പക്ഷേ ഇവിടെ സൈൻ ഇൻവേഴ്സ് കോസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? കോസിനെ സൈൻ ആക്കണം. നമ്മൾ മുമ്പ് ചില പ്രോബ്ലങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് റിഡക്ഷൻ ഫോമുലയാണ് ഉപയോഗിക്കുക. കോസ് തീറ്റ, ഈ ഫോമുല കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. ഈ പൈ ബൈ 2 മൈനസ് തീറ്റയുടെ റിഡക്ഷൻ ഫോമുലയുടെ പ്രത്യേകതയാണത്. എന്താണ്? സൈനിനെ നമുക്ക് കോസ് ആക്കാം, കോസിനെ സൈൻ ആക്കാം. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റയും കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ സൈൻ തീറ്റയുമാണ്. ഇതുപോലെ നമുക്ക് ടാനിനെ കോട്ടാക്കാം, കോട്ടിനെ ടാൻ ആക്കാം. അതേപോലെ സീക്കിനെ കൊസിക്കാക്കാം, കൊസിക്കിനെ സീക്കാക്കാം. അതായത് സൈനും കോസും പരസ്പരം മാറ്റാം, ടാനും കോട്ടും പരസ്പരം മാറ്റാം, സീക്കും കോസീക്കും പരസ്പരം മാറ്റാം. അതാണ് ആ ഫോമുലയുടെ പ്രത്യേകത. അപ്പോൾ ഇവിടെ കോസാണ്. കോസ് തീറ്റയ്ക്ക് പകരം സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. അപ്പോൾ കോസ് 2 തീറ്റയ്ക്ക് പകരം സൈൻ പൈ ബൈ 2 മൈനസ് 2 തീറ്റ. നൗ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് 2 തീറ്റ, ഇറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് 2 തീറ്റ. പൈ ബൈ 2 മൈനസ് 2 ഇൻറ്റു തീറ്റ. തീറ്റ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന്. അപ്പോൾ പൈ ബൈ 2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് വന്നതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിനകത്ത് കോസോ സൈനോ വരണം എന്ന് ആലോചിച്ചത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ബ്രാക്കറ്റിനകത്ത് ഒന്നുകിൽ ടാൻ വരണം അല്ലെങ്കിൽ കോട്ട് വരണം. കാരണം ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് വന്നാൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എഴുതാം. ടാൻ ഇൻവേഴ്സ് കോട്ട് വന്നാൽ കോട്ടിനെ ടാൻ ആക്കിയാൽ മതി, പൈ ബൈ 2 മൈനസ് തീറ്റ ഉപയോഗിച്ച്. ഇനി കോട്ട് ഇൻവേഴ്സ് ആണ് വരുന്നതെങ്കിൽ അകത്ത് കോട്ടോ ടാനോ വന്നാൽ മതി. സീക്ക് ഇൻവേഴ്സ് ആണെങ്കിൽ അകത്ത് സീക്കോ കൊസീക്കോ വരണം. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ടാൻ വരണം. ടാൻ തന്നെ വരണമെന്നില്ല, കോട്ട് വന്നാലും മതി. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ടാനോ കോട്ടോ വരുത്തണം. നമുക്ക് ആദ്യം നോക്കാം ടാൻ വരുത്താൻ പറ്റുമോ നോക്കാം. ടാൻ വരണമെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. 1 ബൈ കോട്ടാണ് ടാൻ. 1 ബൈ കോട്ടാണ് ടാൻ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന എക്സ്പ്രഷൻ കോട്ടായാൽ മതി. അങ്ങനെ ആവണമെങ്കിൽ റൂട്ടിനകത്ത് കോട്ട് സ്ക്വയർ വന്നാൽ മതി. ഇപ്പോൾ റൂട്ടിനകത്ത് കോട്ട് സ്ക്വയർ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ ആവും, റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ കോട്ടാവും, 1 ബൈ കോട്ട് ടാൻ ആവും. ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളിൽ നമ്മൾ ഫോമുല നന്നായി അറിഞ്ഞിരിക്കണം. ഫോമുല നന്നായി അറിയുമ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് ഫോമുലകളും മനസ്സിലുണ്ടെങ്കിൽ
നമ്മൾ അത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫോമുലയുണ്ട്, ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഫോമുല. കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതിൽ 1നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് കിട്ടും കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. ഈ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്ററിലെ റൂട്ടിനകത്തുള്ള എക്സ്പ്രഷൻ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ എക്സിന് കൊസീക്ക് കൊടുത്താൽ കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നാവും, കോട്ട് സ്ക്വയർ ആവും. കോട്ട് സ്ക്വയർ ആയാൽ റൂട്ട് എടുക്കുമ്പോൾ കോട്ടാവും, അപ്പോൾ 1/കോട്ട് ടാൻ ആവും. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു കൊസിക് തീറ്റ എന്ന് കൊടുക്കാം. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു കൊസിക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എന്താ പറ്റുക, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് കൊസിക് തീറ്റ ആണ്, അപ്പോൾ കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1. കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ, 1/റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ കോട്ടാണ്, റൂട്ട് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് ആണ്. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോട്ട് തീറ്റയാണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/കോട്ട് തീറ്റ. കണ്ടോ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/കോട്ട് തീറ്റ. 1/കോട്ട് തീറ്റ ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ തീറ്റയാണ്. തീറ്റ നമ്മൾ നേരത്തെ കണ്ടതാണ് കൊസിക് ഇൻവേഴ്സ് എക്സ് ആണെന്ന്. അപ്പോൾ ഈക്വൽ ടു കൊസിക് ഇൻവേഴ്സ് എക്സ്. ഇത് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ എക്സിന് സീക്ക് തീറ്റ എന്ന് കൊടുത്താലും ചെയ്യാൻ പറ്റും. സീക്ക് തീറ്റ എന്ന് കൊടുത്താൽ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വരും. അത് ടാൻ സ്ക്വയർ തീറ്റയാവും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ ടാൻ തീറ്റയാവും. 1/ടാൻ തീറ്റ കോട്ടാവും. റിഡക്ഷൻ ഫോമുല വെച്ച് കോട്ടിനെ ടാൻ ആക്കി. അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഇവിടെ കുറച്ചുകൂടെ നല്ല ഇതാണ്. കാരണം റിഡക്ഷൻ ഫോമുലയിലേക്കൊന്നും പോകേണ്ടി വരുന്നില്ല, നേരിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഞാൻ ഈ രീതിയിൽ സീക്ക് തീറ്റ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. തീറ്റ കുറിച്ച് അപ്പോൾ ആൻസറിൽ വ്യത്യാസം വരും. 5/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അത് വന്നോട്ടെ, കാരണം 5/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വല. അതുകൊണ്ട് ആ ആൻസർ ശരി തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, കോട്ട് ഇൻവേഴ്സ് ആണ്, അപ്പോൾ ഇവിടെ കോട്ട് വരണം. കോട്ട് വരണമെങ്കിൽ 1/, ആണ് 1/ടാൻ വന്നാൽ മതി. 1/ടാൻ ആണ് കോട്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ടാൻ വരാനുള്ള മാർഗം, അതിനാണ് ഈ ഫോമുല. ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന ഫോമുല. അപ്പോൾ ഇവിടെ സീക്ക് കൊടുത്താൽ മതി. സീക്ക് കൊടുത്താൽ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആവും. ടാൻ സ്ക്വയർ തീറ്റയാവും. റൂട്ട് എടുക്കുമ്പോൾ ടാൻ തീറ്റയാവും. 1/ടാൻ തീറ്റ കോട്ട് തീറ്റയാവും. ഈ രീതിയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഹിൻഡ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യുക. നെക്സ്റ്റ് അതും ഹോംവർക്ക് തന്നെ തരിക. സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2x സ്ക്വയർ മൈനസ് 1. അവിടെ നോക്കുക, 2x സീക്ക് ഇൻവേഴ്സ് ആണ്, 1/, ആണ് 1/. ഇപ്പോൾ സീക്ക് ഇൻവേഴ്സ് സീക്ക് വരാൻ താഴെ കോസ് ആയാൽ മതി. കാരണം 1/കോസ് വന്നാൽ സീക്ക് വരും. അപ്പോൾ താഴെ കോസ് വന്നാൽ 1/കോസ് സീക്ക് ആവും. താഴെ കോസ് വരാൻ എന്ത് മാർക്കം? അപ്പോൾ അതിന് കോസിൻ്റെ ഫോമുലകൾ മനസ്സിലൂടെ കടന്നു പോകണം. കോസ് 3 തീറ്റയോ കോസ് 2 തീറ്റയോ അങ്ങനെ എന്തൊക്കെ കോസ് ഫോമുലകളുണ്ടോ അതെല്ലാം ഇങ്ങനെ മനസ്സിലൂടെ ചിന്തിച്ച് നോക്കണം. അത് ചിന്തിക്കണമെങ്കിൽ ഈ ഫോമുലകളെല്ലാം മനപ്പാടമായിരിക്കണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് 2x സ്ക്വയർ മൈനസ് 1 എന്ന 2x സ്ക്വയർ മൈനസ് 1 എന്ന ഫോമിൽ വരുന്ന ഒരു ഫോമുല ഉണ്ടോ നോക്കുക. ഉണ്ട്. നോക്കുമ്പോൾ കാണുന്ന ഫോമുല കാണുന്നു. ഇതാണ് ഫോമുല. എന്താ ഫോമുല? cos 2 theta. What is it? 2 cos square theta minus 1. കണ്ടോ, cos 2 തീറ്റയ്ക്ക് 4 ഡിഫറൻറ്റ് ഫോമുലകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അതിലൊരു ഫോമുലയാണ് 2 cos square theta മൈനസ് 1. പിന്നെയുണ്ട് ഫോമുല 1 മൈനസ് 2 sin square theta. പിന്നെയും ഉണ്ട് 1 മൈനസ് tan square theta ബൈ 1 പ്ലസ് tan square theta. ഒന്നുകൂടിയുണ്ട് cos square theta മൈനസ് sin square theta. 4 ഫോമുലകളുണ്ട്. അതിലൊരു ഫോമുലയാണ് cos 2 theta is equal to 2 cos square theta മൈനസ് 1. ഈ 2x സ്ക്വയർ മൈനസ് 1 ആയിട്ടൊന്ന് കമ്പയർ ചെയ്തേ. എക്സിന് കോസ് കൊടുത്താൽ പോരെ, 2 cos square theta മൈനസ് 1 എന്നാവില്ലേ? അപ്പോൾ അത് cos 2 തീറ്റ ആവില്ലേ? അപ്പോൾ 1/cos 2 തീറ്റ ആവില്ലേ? 1/cos സീക്കല്ലേ? അപ്പോൾ sec 2 തീറ്റ ആവില്ലേ? ചെയ്തൂടെ? അപ്പോൾ ഇവിടെ നോക്കിയേ, cos 2 തീറ്റയ്ക്ക് മറ്റൊരു ഫോമുല. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, cos 2 തീറ്റയുടെ മറ്റൊരു ഫോമുലയാണ് 1 മൈനസ് 2 sin square theta. ആ ഫോമുല വെച്ച് ചിന്തിച്ച് നോക്കാം. ചിന്തിച്ച് നോക്കിയാൽ 1 മൈനസ് 2 എക്സിന് സൈൻ കൊടുത്താൽ മതി. 1 മൈനസ് 2 sin square theta cos 2 തീറ്റ. അപ്പോൾ 1/cos 2 തീറ്റയോ സീക്ക് വരും. ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എക്സിന് സൈൻ തീറ്റ. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിക് ഫോമുലകൾ നല്ല മനപ്പാടമാണ്. അങ്ങനെ മനപ്പാടമാകുന്ന ഒരാളിന് ഈ 2x സ്ക്വയർ മൈനസ് 1 കാണുമ്പോൾ 2 cos square theta മൈനസ് 1 ഈക്വൽ ടു cos 2 തീറ്റ ഓർമ്മ വരും. 1 മൈനസ് 2x സ്ക്വയർ കാണുമ്പോൾ 1 മൈനസ് 2 sin square theta ഈക്വൽ ടു cos 2 തീറ്റ ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരണം. അങ്ങനെ ഓർമ്മ വന്നാലേ നമ്മൾ ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ പ്രോപ്പർട്ടീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവസാനത്തെ പ്രോപ്പർട്ടി ചെയ്തതും ഇതേപോലെ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ,
ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ്. ഇവിടെ ചിന്തിക്കാൻ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴും ഫോമുലകളുടെ ഒന്നും ഫോം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് നോക്കാം. നമ്മൾ എക്സിന് സൈൻ കൊടുത്ത് നോക്കിയാൽ പറ്റുമോ? എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ ഇവിടെ മുകളിൽ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഒരു ഫോമുലയില്ല. എക്സിന് കോസ് തീറ്റ കൊടുത്താൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, അതിനും ഒരു ഫോമുലയില്ല. പക്ഷേ എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ ഉണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഫോമുലയുണ്ട്. ഇതാ ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഫോമുല 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ അവിടെ മാത്രമേ ഫോമുലയുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്ത് നോക്കാം. പറ്റുമോ നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത മാർഗ്ഗം ആലോചിക്കാം അല്ലേ. അപ്പോൾ എക്സിന് നമുക്ക് ടാൻ തീറ്റ എന്ന് കൊടുക്കാം. പോട്ടെ, എക്സ് ഇസിക്കൽ ടു ടാൻ തീറ്റ, തീറ്റ ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ്. ഇറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് ടാൻ തീറ്റ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ. What is 1 plus tan square theta? 6 square theta. അപ്പോൾ tan inverse of root of ഇവിടെ എന്താവും 6 square theta എന്നാവും. അപ്പോൾ 6 square theta minus 1 by tan theta എന്നാവും. നോക്കിയേ, tan inverse of root of 6 square theta minus 1 by tan theta. 6 സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുക്കുമ്പോൾ 6 തീറ്റയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ. നമുക്കറിയാം സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ 1 ബൈ കോസ് തീറ്റ മൈനസ് 1 എന്ന് എഴുതാം. ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഡിനോമിനേറ്റർ മാറ്റമൊന്നുമില്ല. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അതുപോലെ തന്നെ എഴുതി. ന്യൂമറേറ്റർ ഇത് രണ്ടും മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ ഇവിടെ താഴെ 1 ബൈ 1 എന്നല്ലേ. അപ്പോൾ കോസ് തീറ്റ എൽ സി എം താഴെ ഡിനോമിനേറ്ററിൽ എഴുതി. ഇതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ എന്നാവും. 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. രണ്ടിടത്തും കോസ് തീറ്റ ക്യാൻസലായി പോകും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. വീണ്ടും നമ്മൾ ഫോമുലയിലേക്ക് പോവുകയാണ്. 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഫോമുലയാണ്. അതുപോലെ സൈൻ തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഈ രണ്ട് ഫോമുലകൾ പ്ലസ് 1 നമ്മൾ പഠിച്ചതാണ്. ഫോമുല ഫോർ സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നും പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഫോമുലയാണ്. 1 മൈനസ് കോസ് 2 തീറ്റയുടെ ഫോമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ 1 മൈനസ് കോസ് തീറ്റ എഴുതിയത്. അതുപോലെ സൈൻ 2 തീറ്റയുടെ ഫോമുല പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ സൈൻ തീറ്റ എഴുതിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോമുലകളാണ്. ആ ഫോമുല ഉപയോഗിക്കുകയാണ്. 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുത്തു. സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് കൊടുത്തു. 2 ക്യാൻസൽ ആവുന്നു. താഴെ സൈൻ തീറ്റ ബൈ 2 ക്യാൻസൽ ആവുന്നു. മുകളിൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അതിൽ ഒരെണ്ണം ക്യാൻസൽ ആവും. ദെൻ മുകളിൽ സൈൻ തീറ്റ ബൈ 2 താഴെ കോസ് തീറ്റ ബൈ 2 വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2. സൈൻ ബൈ കോസ് ഇസ് ടാൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 തീറ്റ ബൈ 2. തീറ്റ ബൈ 2 മീൻസ് 1/2 ഇൻറ്റു തീറ്റ എന്നാ. 1/2 ഇൻറ്റു തീറ്റ. തീറ്റ നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്താണോ തീറ്റ നമ്മൾ നേരത്തെ കണ്ടതാ. എന്തായിരുന്നു തീറ്റ? അതാണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ 1/2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ടാൻ 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ട്രിഗണോമെട്രിക് ഫോമുലകൾ നന്നായി മനഃപ്പാഠമാക്കുകയും എന്നിട്ട് ഈ പ്രോബ്ലങ്ങൾ നിരന്തരം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം പ്രോബ്ലങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഈ ചാപ്റ്ററിൽ മാത്രമല്ല വരുന്നത്. നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന ചാപ്റ്റർ, നമ്മൾ 5th ചാപ്റ്റർ ഡിഫറൻഷിയേഷൻ പഠിക്കുമ്പോൾ അതിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡിഫറൻഷിയേഷൻ പഠിക്കാനുണ്ട്. അവിടെ ഇത്തരം പ്രോബ്ലങ്ങൾ വരും. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ സിംപ്ലിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ സിംപ്ലിഫിക്കേഷൻ, ഇവിടെ പഠിച്ച സിംപ്ലിഫിക്കേഷൻ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ ചാപ്റ്ററിൽ കൂടി അറിയേണ്ട കാര്യമാണിത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്താലേ ആൻസർ കിട്ടൂ. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ഓർക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. താഴെ ഒരു എ സ്ക്വയർ കിടപ്പുണ്ടല്ലോ, എ ആണ്. എ സൈൻ തീറ്റ. നമുക്ക് കൊടുത്ത് തീറ്റ കാണാം. തീറ്റ കാണാൻ വേണ്ടി എ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് ബൈ എ ഈസിക്കൽ ടു സൈൻ തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈസിക്കൽ ടു എക്സ് ബൈ എ. തീറ്റ ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് അല്ലേ, എക്സിന് എ സൈൻ തീറ്റ കൊടുക്കുന്നു. അപ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് കൊടുക്കാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ എക്സിന് വരെ എ സൈൻ തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് പകരം എ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. നോക്കിയേ ഉണ്ടാ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് എ സൈൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ കോമൺ എടുക്കാം. എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഫോമുലയാണ്, നമ്മളറിയാം, ട്രിഗണോമെട്രിയിലെ ഫോമുലയാണ്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ റൂട്ട് എടുക്കുമ്പോൾ എ സ്ക്വയറിൻ്റെ റൂട്ട് എ കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോസ് തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ എ കോസ് തീറ്റ. എ ക്യാൻസൽ ആവുന്നു, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആവുന്നു, ടാൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ തീറ്റയാണ്. തീറ്റ നമ്മൾ നേരത്തെ കണ്ടതാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ഇപ്പോൾ എക്സ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ, 9 മീൻസ് 3 സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ എക്സ് ഇസിക്കൽ 3 സൈൻ തീറ്റ എന്ന് കൊടുക്കുമായിരുന്നു. 1 മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ എക്സ് ഇസിക്കൽ 1 സൈൻ തീറ്റ. 1 സൈൻ തീറ്റ മീൻസ് സൈൻ തീറ്റ, എക്സ് ഇസിക്കൽ സൈൻ തീറ്റ എന്ന് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഓർക്കണം ഇത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ എ ക്യൂബ് മൈനസ് 3a എക്സ് സ്ക്വയർ. ഇവിടെ ഒരു ഹിൻഡ് തരാം, ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ് ഇസിക്കൽ ഡേ ടാൻ തീറ്റ, ടാൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. ടാൻ തീറ്റ കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കാൻ പോണത് ന്യൂമറേറ്ററിൽ എ ക്യൂബ് കോമൺ ഫാക്ടറായിട്ട് വെളി വരും, ഡിനോമിനേറ്ററിലും എ ക്യൂബ് കോമൺ ഫാക്ടറായിട്ട് വെളി വരും. അപ്പോൾ 2 എ ക്യൂബുകളും ക്യാൻസലായി പോയിട്ട് ഈ ഫോമിൽ വരും. 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ എന്ന ഫോം വരും. അത് ടാൻ 3 തീറ്റയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. ആൻസർ 3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് കിട്ടും. അത് ഈ ആൻസർ പ്രൂവ് ദാറ്റ് ആയിരുന്നെങ്കിൽ ആൻസർ കണ്ടുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാൻ പറ്റുമായിരുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് കണ്ടാൽ എക്സ് ഇസിക്കൽ ഡേ ടാൻ തീറ്റ, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കണ്ടാൽ എക്സ് ഇസിക്കൽ ടാൻ തീറ്റ, ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷേ പ്രൂവ് ദാറ്റ് ആണെങ്കിൽ അത് നടക്കും. സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ചെയ്തു പ്രാക്ടീസാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ, ഇതിൻ്റെ ഫോമുലകൾ, ട്രിഗണോമെട്രിക് ഫോമുലകൾ, തുടക്കത്തിൽ നമ്മൾ എഴുതിയ കുറേ ഫോമുലകൾ, ആ ഫോമുലകൾ നന്നായി പഠിക്കണം. പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, കുറേ അധികം ആവർത്തിച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്തരം ഫോമുലകൾ നല്ല മനഃപ്പാടമാവുകയും ഈസിയായിട്ട് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇത് 5th ചാപ്റ്ററിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ ഓർമ്മ വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർക്കുക. ഓക്കെ.